അദ്ധ്യായം 100 അൽ ആദിയാത്ത്. മക്കയിൽ അവതരിച്ചത്. ആദിയാത്ത് എന്നാൽ ഓടുന്നവ എന്നാണ് അർത്ഥം. കിതച്ചുകൊണ്ട് ഓടുന്ന കുതിരകളുടെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് ഈ അദ്ധ്യായം ആരംഭിക്കുന്നതുകൊണ്ട് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽ ആദിയാതി ളബ്ഹാ. കിതച്ചുകൊണ്ട് ഓടുന്നവയും ഫൽമൂരിയാതി ഖദ്ഹാ. അങ്ങനെ കുളമ്പ് കല്ലിൽ ഉരസി തീപ്പൊരി പറപ്പിക്കുന്നവയും ഫൽമുഗീറാതി സുബ്ഹാ. എന്നിട്ട് പ്രഭാതത്തിൽ ആക്രമണം നടത്തുന്നവയും ഫഅസർന ബിഹി നഖഅൻ ഫവസത്ന ബിഹി ജംആ. അന്നേരത്ത് പൊടിപടലം ഇളക്കിവിട്ടവയും അതിലൂടെ ശത്രുസംഘത്തിന്റെ നടുവിൽ പ്രവേശിച്ചവയുമായ കുതിരകൾ തന്നെ സത്യം. ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. തീർച്ചയായും മനുഷ്യൻ തന്റെ രക്ഷിതാവിനോട് നന്ദികെട്ടവൻ തന്നെ. വഇന്നഹു അലാ ദാലിക ലശഹീദ്. തീർച്ചയായും അവൻ അതിന് സാക്ഷ്യം വഹിക്കുന്നവനുമാകുന്നു. വഇന്നഹു ലിഹുബ്ബിൽ ഖൈരി ലശദീദ്. തീർച്ചയായും അവൻ ധനത്തോടുള്ള സ്നേഹം കഠിനമായവനാകുന്നു. അഫലാ യഅലമു ഇദാ ബുഅ്തിറ മാ ഫിൽ ഖുബൂർ. എന്നാൽ അവൻ അറിയുന്നില്ലേ, ഖബറുകളിലുള്ളത് ഇളക്കിമറിച്ച് പുറത്ത് കൊണ്ടുവരപ്പെടുകയും വഹുസ്സില മാ ഫിസ് സുദൂർ. ഹൃദയങ്ങളിലുള്ളത് വെളിക്ക് കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ ഇന്ന റബ്ബഹും ബിഹിം യൗമഇദിൻ ലഖബീർ. തീർച്ചയായും അവരുടെ രക്ഷിതാവ് അന്നേ ദിവസം അവരെപ്പറ്റി സൂക്ഷ്മമായി അറിയുന്നവൻ തന്നെയാകുന്നു.